നമസ്കാരം. വാസ്തുവും വിശ്വാസവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വലിയ ഭൂമി, അതായത് ഒരു 50-60 സെൻറ്റ് വലിപ്പമുള്ള ഒരു ഭൂമിയിൽ എങ്ങനെ ഗൃഹം നിർമ്മിക്കാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അതായത് അങ്ങനെ ഒരു വലിയ ഭൂമിയാണെങ്കിൽ ആ 60 സെൻറ്റിനകത്ത് ഒന്നായി കിടക്കുന്ന ഭൂമിയിൽ 2 ഗൃഹം മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 6 ഗൃഹം ഒരുമിച്ച് ഇരിക്കുന്ന ഭൂമി ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ആ ഗൃഹത്തിനെ ഖണ്ഡീകരിക്കണം എന്നൊരു ചടങ്ങുണ്ട്. അതായത് 4ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. സമചതുരമായിട്ട് 4 ഭാഗങ്ങളായി തിരിക്കുക. എന്നിട്ട് അതിൻ്റെ നിർവികോണിലും ഈശാനകോണിലും വരുന്ന 2 ഖണ്ഡങ്ങളിൽ മാത്രമേ ഗൃഹം നിർമ്മിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 2 ഖണ്ഡങ്ങൾ ഒഴികെ മറ്റ് 2 ഖണ്ഡങ്ങളിലും, മൃത്യുസൂത്രം കടന്നു പോകുന്ന 2 ഖണ്ഡങ്ങളിലും ഗൃഹം നിർമ്മിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഗൃഹത്തിൻ്റെ മുഖം എപ്പോഴും വാസ്തുമധ്യത്തിലേക്ക് തിരിഞ്ഞു തന്നെ വരണം. നമ്മൾ നിർമ്മിക്കുന്ന ഗൃഹം വാസ്തുമധ്യത്തിൽ നോക്കി തന്നെ ഇരിക്കണം. ഗൃഹം പണിയുമ്പോൾ വാസ്തുമധ്യത്തോട് ചേർന്നും, എന്നാൽ ഒന്നും ഒത്ത മധ്യത്തല്ലാതെയും മാത്രമേ ഗൃഹത്തിൻ്റെ സ്ഥിതി വരാവൂ. എങ്ങനെ? വാസ്തുമധ്യത്തിൽ ചേർന്നും എന്നാൽ ഒത്ത മധ്യത്തിലല്ലാതെയും മാത്രമേ ഗൃഹത്തിൻ്റെ സ്ഥിതി വരാവൂ. വാസ്തു തിരിച്ച് മതിൽ കെട്ടുന്നതിന് വാസ്തുവിൻ്റെ 4 മൂലകളിലും നേരത്തെ കല്ലിട്ട് വ്യക്തമാക്കി അടയാളം ചെയ്താൽ മറക്കരുത്. അല്ലെങ്കിൽ പിന്നീട് വാസ്തു മണ്ഡലം തിരിക്കുന്നതിന് അളവിൽ വ്യത്യാസം വരും, ഗൃഹത്തിൻ്റെ സ്ഥാനനിർണ്ണയത്തിന് വരുമ്പോൾ വ്യത്യാസവും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വാസ്തുമധ്യം ബ്രഹ്മസ്ഥാനവും ഒരു കല്ലിട്ട് നേരത്തെ തന്നെ അടയാളം ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം മാത്രമേ കുറ്റി വയ്ക്കാൻ പാടുള്ളൂ. വാസ്തുമധ്യം ആ ഭൂമിയുടെ 4ആയിട്ട് ഖണ്ഡീകരിച്ച ഭൂമിയിൽ 2 ഖണ്ഡത്തിൽ മാത്രമേ നമ്മൾ ഇത് ഗൃഹം പണിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ 2 ഖണ്ഡത്തിൻ്റെയും വാസ്തുമധ്യം ഏതിവിടെ വരും എന്നുള്ളത് കുറ്റി വെച്ചോ അല്ലെങ്കിൽ ഒരു കല്ല് സ്ഥാപിച്ചോ നേരത്തെ അത് നമ്മൾ നിശ്ചയം ചെയ്ത് വയ്ക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവിടെ ചുമരുകളോ തൂണുകളോ ഒന്നും വരാൻ പാടില്ലാതെ എപ്പോഴും അവിടെ ഒഴിച്ചിടേണ്ട അത്യാവശ്യമാണ്. ഇക്കാര്യം ശ്രദ്ധിച്ചാൽ ബ്രഹ്മസ്ഥാനം തൂണുകളോ ചുമരുകളോ വരാതിരിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ പിശാച വീതി ഗൃഹം കയറി നിൽക്കരുത്. അത് നമ്മൾ കുറ്റി വയ്ക്കും മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 വശവും ആ കൃത്യമായിട്ടുള്ള ശാസ്ത്രം പറയുന്ന രീതിയിലുള്ള അളവ് നമ്മൾ ഒഴിവാക്കി മാത്രമേ 4 വശത്തേക്ക് ചുമരുകൾ കെട്ടാവൂ. അത് കുറ്റി വയ്ക്കുന്നതിന് മുമ്പേ 4 വശത്തും ഒഴിവാക്കേണ്ട സ്ഥലം ഒഴിവാക്കി തന്നെ നിർത്തണം. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, വാസ്തുമധ്യവും ഗൃഹമധ്യവും ഒരിക്കലും ഒരു ബന്ധുവിൽ വരാതിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ കുറ്റി വയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ കുറ്റി വയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കത് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. എത്ര ഗൃഹ ദോഷമുണ്ടായാൽ തന്നെ അതിനെ ഇടിച്ചു പൊടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഉടമയ്ക്ക് അത് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ടും അതിന് നമ്മൾ പോവാതെ ഒരു ഗൃഹം നിർമ്മിക്കുന്ന ഒരാൾ നേരത്തെ ഇത്ര ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അയാൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ സാധിക്കും. കാര്യം ഈ വക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ല. വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ പ്രാരംഭഘട്ടത്തിൽ ചില പ്രത്യേക കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും ശ്രദ്ധയും ഉണ്ടായിരുന്നാൽ വാസ്തുവിൽ ഒരു ചുക്കുമില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ നിർമ്മാണം, അതായത് വാസ്തുമണ്ഡലം തിരിക്കുന്നതിലും ഗൃഹത്തിന് കുറ്റി വയ്ക്കുന്നതിലും അല്ലെങ്കിൽ ഏതൊക്കെ ഖണ്ഡത്തിൽ വീട് വയ്ക്കാമെന്നുള്ളതും അതൊക്കെ നമ്മൾ കുറച്ച് അറിഞ്ഞിരുന്നാൽ ആരുടെയും സഹായമില്ലാതെ ഒരു ദോഷവുമില്ലാത്ത രീതിയിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരത്തക്ക രീതിയിൽ ഒരു ഗൃഹം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ശാസ്ത്രം പറയുന്ന ഈ വസ്തുതകൾ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അത് അംഗീകരിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യുക. ഇത് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ പലതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ വീഡിയോ കാണുന്നുള്ളൂ. കാരണം അവർക്ക് മാത്രമേ ഇത് താല്പര്യമുള്ളൂ. മറ്റേ യുവാക്കൾക്കൊന്നും ഇപ്പോൾ ഈ ശാസ്ത്രത്തിനോട് യാതൊരു താല്പര്യമില്ല. അതിനാൽ അവരെ സ്കിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനാൽ എന്തെങ്കിലും ഇതുകൊണ്ട് ഉപയോഗം വേണം, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്ന് മനസ്സിൽ തോന്നുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു രീതിയിലും ഒരു മടിയും കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. എനിക്കറിയാവുന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ പരിശീലിച്ചിട്ടുള്ളതും എൻ്റെ അനുഭവത്തിലുള്ളതും മുഴുവൻ കാര്യങ്ങൾ ഞാൻ
ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതായിരിക്കും. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ന് മാത്രമല്ല, ഇത് ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവത്തിലോ നമുക്ക് പരിചയപ്പെട്ടവരുടെ അനുഭവത്തിലോ നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന ആർക്കെങ്കിലും അവരുടെ ഗുണദോഷ അനുഭവങ്ങൾ അവർ ദോഷമായ നിർമ്മാണം നടത്തിക്കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞു കളയുക. അതേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രം ഒരു വ്യക്തിയെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. അത് അനുഭവം കൊണ്ട് മാത്രമേ വിശ്വാസിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവം കൊണ്ട് വിശ്വാസിയാവണമെന്നുണ്ടെങ്കിൽ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൽ പറയുന്ന തത്വങ്ങൾ എങ്ങനെയൊക്കെ നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്ന് സ്വയം വിശകലനം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇതോടെ ഇത്രയും വിഷയം നിങ്ങളെ മുമ്പ് അവതരിപ്പിച്ചിട്ട് പിന്നെ അടുത്തൊരു പുതിയ വിഷയമായി വരുന്നതുവരെ നമോ വന്ദനം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമോ വന്ദനം.